നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് സങ്കല്പിക്കുക. പുരാതന കാലഘട്ടത്തിലെ ഒരു രാജസഭ. അവിടെ അതിശക്തമായ പണ്ഡിതന്മാരും യോദ്ധാക്കളും ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ആ വേദിയിലേക്ക് കടന്നു വരുന്നു. അയാളുടെ രൂപം കണ്ട് എല്ലാവരും പരിഹസിച്ചിരിക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ വേദിയിൽ ഒന്നടക്കം നിശബ്ദമായി. വാക്കുകൾ കൊണ്ട് അയാൾ ഒരു സാമ്രാജ്യത്തെ തന്നെ അടിത്തറയിളക്കി. ആയുധമെടുക്കാതെ തന്നെ ശത്രുക്കളെ മുട്ടുകുത്തിച്ചു. അതെ, ആ മനുഷ്യൻ്റെ പേരാണ് ആചാര്യ ചാണക്യൻ. നമ്മളിൽ പലരും ജീവിതത്തിൽ തോറ്റുപോകുന്ന കായിക ബലം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് തന്ത്രപരമായി സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അനാവശ്യമായി സംസാരിച്ചു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരിക്കുകയും നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞാനിയായ ചാണക്യൻ പഠിപ്പിച്ച സംസാര കലയിലെ രഹസ്യങ്ങൾ ഒരു കഥയിലൂടെ നമുക്കിന്ന് പരിചയപ്പെടാം. അതെ, ആചാര്യ ചാണക്യൻ പറഞ്ഞു തന്ന സംസാര കലയിലെ രഹസ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാക്കുകൾ ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടെന്ന് ചാണക്യൻ തെളിയിച്ചു. നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നതിനേക്കാൾ അത് എപ്പോൾ എങ്ങനെ സംസാരിക്കുന്നു എന്നതിലാണ് കാര്യം. ഞാനൊരു കഥ പറയട്ടെ. ഒരിക്കൽ ഒരു വിദേശ രാജ്യത്ത് നിന്നുള്ള അതിശക്തനായ ഒരു ദൂതൻ മഗധയിലെത്തി. ചാണക്യൻ്റെ ബുദ്ധിയും ശക്തിയും പരീക്ഷിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾ ചാണക്യനോട് ചോദിച്ചു, ആചാര്യ, ഒരു മനുഷ്യനെ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ ഏറ്റവും മൂർച്ചയുള്ള ആയുധം എന്താണ്? ചാണക്യൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് മറുപടി നൽകി, വാക്കുകൾ. അതിനെക്കുറിച്ച് ചാണക്യൻ പഠിപ്പിച്ച പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. മൗനത്തിൻ്റെ ശക്തി, ദ പവർ ഓഫ് സ്പീച്ച്. ചാണക്യൻ പറയുന്നു, എപ്പോൾ സംസാരിക്കണം എന്നറിയുന്നതിനേക്കാൾ പ്രധാനം എപ്പോൾ മിണ്ടാതെ ഇരിക്കണം എന്നറിയുന്നതാണ്. ശത്രുവിനോടും എതിരാളികളോടും സംസാരിക്കുമ്പോൾ നമ്മുടെ പദ്ധതികൾ മുഴുവൻ വെളിപ്പെടുത്തരുത്. നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയധികം മറ്റുള്ളവർക്ക് നിങ്ങളെ പേടിയുണ്ടാക്കും. കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മൗനം വെറുമൊരു നിശബ്ദയല്ല, അതൊരു വലിയ യുദ്ധതന്ത്രമാണ്. നിങ്ങൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചിന്തകളും ബലഹീനതകളും മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്നാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുകയും ബാക്കി സമയം മൗനം പാലിക്കുകയും ചെയ്താൽ മറ്റുള്ളവർക്ക് നിങ്ങളെ പ്രവചിക്കാൻ പോലും കഴിയില്ല. ഒരു തർക്കം നടക്കുമ്പോൾ പ്രതികരിക്കാതെ ശാന്തമായി ഇരിക്കുന്നതും എതിരാളികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്ന് ശത്രു അറിയാതിരിക്കാനാണ് ചാണക്യൻ നിങ്ങളെ മൗനം പാലിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈലൻസ്, ദ പവർ ഓഫ് സൈലൻസ്, മൗനത്തിൻ്റെ ശക്തി, അത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, മധുരമായ വാക്കുകൾ, സ്വീറ്റ് സ്പീച്ച്. ഒരു ആനയെ തളയ്ക്കാൻ ചങ്ങല വേണം, എന്നാൽ ഒരു മനുഷ്യനെ വശത്താക്കാൻ മധുരമായ വാക്കുകൾ മതി. ചാണക്യനീതി പ്രകാരം ഒരാളെ തോൽപ്പിക്കാൻ എപ്പോഴും വഴക്കിടേണ്ട ആവശ്യമില്ല. തന്ത്രപരമായ സംസാരത്തിലൂടെ ശത്രുവിനെ പോലും മിത്രമാക്കാൻ സഹായിക്കും. കഠിനമായ സത്യങ്ങൾ പോലും മധുരമായി അവതരിപ്പിക്കാൻ പഠിക്കണം. ചാണക്യൻ പറയുന്നു, സത്യം പറയുക, എന്നാൽ അപ്രിയമായിരിക്കരുത്. ഒരാളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ പോലും അത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ചെയ്താൽ അവർ അത് സ്വീകരിക്കും. കഴപ്പുള്ള മരുന്ന് തേനിൽ ചാൽച്ച് നൽകുന്നത് പോലെയാണ് നല്ല നല്ല വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നത്. ഒരു ജോലി ചെയ്യിപ്പിക്കാനോ ഒരാളുടെ സഹായം തേടാനോ പൗരുഷമായ വാക്കുകൾ കൊണ്ടല്ല, മധുരമായ വാക്കുകളിലൂടെ നമുക്ക് വിജയം ഉറപ്പിലാക്കാൻ സാധിക്കും. മൂന്നാമതായി, അവസരോചിതമായ സംസാരം, കാലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് സംസാരിക്കുക. ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അയാളോട് തർക്കിക്കാൻ പോകരുത്. പകരം അയാൾ ശാന്തനാകുന്നത് വരെ കാത്തിരിക്കുക. അതാണ് യഥാർത്ഥ തന്ത്രം. ബുദ്ധിയുള്ളവൻ തൻ്റെ അറിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത്, മറിച്ച് ലക്ഷ്യം നേടാൻ വേണ്ടിയായിരിക്കണം. എവിടെ, ആരോട്, എന്ത് സംസാരിക്കണമെന്ന് കൃത്യമായ ബോധം വേണം. ഒരു പണ്ഡിതനോട് സംസാരിക്കുമ്പോൾ വിനയത്തോടു കൂടിയും, ഒരു വിഡ്ഢിയോട് സംസാരിക്കുമ്പോൾ അവഗണനയോടു കൂടിയും, ഒരു ധനികനോട് സംസാരിക്കുമ്പോൾ തന്ത്രപരമായും പെരുമാറണം.
തലകാല ബോധമില്ലാതെ സംസാരിക്കുന്നവൻ എത്ര വലിയ പണ്ഡിതനായാലും അപമാനിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരാൾ വലിയ വിഷമത്തിലിരിക്കുമ്പോൾ അവിടെ പോയി തമാശ പറയുന്നതോ ഗൗരവമായ ഒരു ചർച്ച നടക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതോ ഒഴിവാക്കണം. സന്ദർഭം മനസ്സിലാക്കി സംസാരിക്കുന്നവനെ ലോകം ബഹുമാനിക്കും. 4. ആത്മവിശ്വാസം, കോൺഫിഡൻസ്. നിങ്ങൾ സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും അത് പൂർണ്ണമായി ആത്മവിശ്വാസത്തോടു കൂടി പറയുക. സംശയിച്ച് നിൽക്കുന്നവനെ ലോകം തോൽപ്പിക്കും, എന്നാൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നവനെ ലോകം ശ്രദ്ധിക്കും. വാക്കുകളിലെ ഉറപ്പാണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എത്ര വലിയ സത്യമായാലും അത് പേടിയോടെയോ വിറയിലോ ഇല്ലാതെ അവതരിപ്പിക്കുകയാണെങ്കിൽ ആരും അത് വിശ്വസിക്കില്ല. എന്നാൽ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ നിർബന്ധരാകും. സംസാരിക്കുമ്പോൾ കൃത്യമായ ഐ കോണ്ടാക്റ്റ് നിലനിർത്തുകയും ശബ്ദത്തിൻ്റെ ഉറപ്പ് വരുത്തുകയും ചെയ്യുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, വാക്കുകൾ തമ്മിലുള്ള പൊരുത്തമുണ്ടാകണം. സുഹൃത്തുക്കളെ, ഈ 4 കാര്യങ്ങൾ, മൗനം, വിനയം, സന്ദർഭബോധം, ആത്മവിശ്വാസം, ഇത് വെറും വാക്കുകളല്ല. ജീവിതത്തിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം നിങ്ങളെ വളർത്തുന്ന തന്ത്രമാണിത്. അവസാനമായി ഒരു കാര്യം കൂടെ പറയട്ടെ. ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ നാവിലാണ് അയാളുടെ ഭാഗ്യവും ദൗർഭാഗ്യവും വസിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ തന്ത്രങ്ങൾ, അതായത് കൃത്യമായി മൗനം, വിനയം, സംസാരം, ആത്മവിശ്വാസം, ഇതൊന്നും വെറും വിദ്യകളല്ല, മറിച്ച് ലോകത്തെ ജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കരുത്തുറ്റ ആയുധമാണ്. ഓർക്കുക, ആയുധം കൊണ്ട് നേടിയെടുക്കുന്ന വിജയത്തേക്കാൾ വലുതാണ് വാക്കുകൾ കൊണ്ട് നേടിയെടുക്കുന്ന ആദരവ്. ഒന്നും കൂടി പറയട്ടെ, ആയുധം കൊണ്ട് നേടിയെടുക്കുന്ന വിജയത്തേക്കാൾ വലുതാണ് വാക്കുകൾ കൊണ്ട് നേടിയെടുക്കുന്ന ആദരവ്. ആരും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം തന്ത്രപരമായി സംസാരിക്കാൻ ഇന്നു മുതൽ ശീലിച്ചു തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ചാണക്യനീതിയിലെ ഏത് തന്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.